ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ ലെവൽസ് കാണുന്നത് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയില്ല, പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. സമയം 9:11 ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലെവൽസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണുള്ളത്. താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കണമെങ്കിൽ ഫസ്റ്റ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞത് ഏകദേശം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ, അതായത് ഇപ്പോൾ മാർക്കറ്റിലുള്ളതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാൻ പറ്റിയ ഏരിയ ഇവിടെ ആണുള്ളത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കണം, അതായത് കോൾ ഓപ്ഷനിൽ ഒരു എൻട്രി നോക്കണമെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ താഴെയായിട്ടുള്ള ഒരു ലെവൽ, ഏറ്റവും തൊട്ടടുത്തുള്ള ലെവൽ ഇതാണ്. അത് മാർക്ക് ചെയ്ത് വെക്കാം. അതിൻ്റെ അടിയിലുള്ള ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്യാം. അതിന് മുന്നേ അതിൻ്റെ കളറൊന്ന് മാറ്റിക്കളാം, നമുക്ക് ഗ്രീൻ ആക്കാം. ഓക്കെ, ഇനി അതിൻ്റെ താഴെയുള്ള ഒരു ലെവൽ എന്ന് പറയുമ്പം ഇവിടെ ഒരു ലെവലുണ്ട്. ഓക്കെ, അതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് ഇനി മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി നോക്കാം. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ചാർട്ടിൽ ചില സമയത്തൊരു ക്ലാരിറ്റിക്ക് കുറവുണ്ട്. ഇതൊന്ന് ചെറുതാക്കി വലുതാക്കി റെഡിയാവും. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ചെറിയ രീതിയിലൊരു ക്ലാരിറ്റിക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്ന് ചെറുതാക്കി വലുതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ റെഡി. എന്താ അങ്ങനെ എനിക്കറിയില്ല, എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ലെവൽസ് ഒന്നും മാർക്ക് ചെയ്ത് വെക്കുന്നില്ല. ഇതിലേതൊന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്യല്ല, എൻട്രി നോക്കാം. നിഫ്റ്റിൻ്റെ ചാർട്ടും ഫ്യൂച്ചറിൻ്റെ ചാർട്ടുമാണ്. പിന്നെ സ്ട്രൈക്ക് നമുക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ പുട്ടാണോ കോളാണോ വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊരു 23,250 പുട്ട് ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് വെക്കാം. അതല്ല ഇവിടെയാണ് താഴെ വന്നിട്ട് ഇവിടെയാണ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 23,100 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം, അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ആ ഒരു റെഡ് ലൈനിൻ്റെ മേലേക്ക് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് ടാപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ടാപ്പ് ആയിട്ടുള്ളൂ. ഇനി 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ഒക്കെ വരണം. ഇവിടെ എല്ലാ സംഭവം സെലക്ട് ചെയ്ത് ഈ ഇൻഡിക്കേറ്റർ ഒന്ന് കുറച്ച് ചെറുതായി വെക്കാം നമുക്ക്. ഓക്കെ, ഇൻഡിക്കേറ്റർ അല്ലാണ്ട് യൂസ് ചെയ്യലൊന്നുമില്ല, ജസ്റ്റ് ഒരു മൊമെൻ്റ് നോക്കാൻ വേണ്ടി വെറുതെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇൻഡിക്കേറ്ററിന് എല്ലാ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും സ്പോട്ടിൻ്റെ ചാർട്ടും എല്ലാം അവിടെ ഉണ്ട്. ഇനി അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാതുകൊണ്ട് സാധനം അത് കുത്തനെ താഴേക്ക് വരണം. ആ ഒരു ലിക്വിഡിറ്റിയുടെ ടാപ്പ് ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്ക് നല്ലൊരു ഫാളും കാര്യങ്ങളൊക്കെ വന്ന്. അതൊന്നും കുഴപ്പമില്ല, നോക്കാൻ എന്തായാലും നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇനിയിപ്പോൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 23,250 ആയിരിക്കും. അത് നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. 23,250 കോളോ അല്ല പുട്ട് ഓപ്ഷൻ. ഓക്കെ, പുട്ട് ഓപ്ഷൻ കയറി അതേപോലെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു മൊമെൻ്റാണ്. വോളറ്റിലിറ്റി വോളറ്റിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയ ഇപ്പോൾ ഇങ്ങനെ വലിയ ക്യാൻഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ലെവലൊക്കെ ക്രിയേറ്റ് ചെയ്ത് എൻട്രി കിട്ടാൻ കുറച്ച് പണിയാണ്. എന്തായാലും നമുക്ക് നോക്കി വെക്കാം, പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്തിരിക്കാം. സമയം മാർക്കറ്റ് ഓപ്പൺ ആയി കുറച്ച് ടൈമായിട്ടുള്ളൂ, 9:45 ഉള്ളൂ. വൈകുന്നേരം 3 മണി 3:30 വരെ, 3 മണി വരെ സമയമുണ്ടല്ലോ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, നിഫ്റ്റിയിൽ ഒരു 5 മിനിറ്റിലൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 1-2 ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഈ ഒരു ക്യാൻഡലിൻ്റെ ചോട്ടിൽ, അതായത് 23,166 ഒരു പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മേലോട്ടേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ശരിക്കും ചെറിയൊരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. മേലുള്ള ഹയർ ടൈം ഫ്രെയിം ലെവൽ ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്, താഴേക്ക് ഒരു എൻട്രി നോക്കുന്ന ഏരിയയിൽ. അതേസമയം താഴത്തെ ഒരു ലെവൽ ക്രിയേറ്റ് ആവുകയും ചെയ്തു. ഈ ഒരു ലെവലിൽ നിന്ന് മേലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 47 പോയിൻ്റൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മേലെ നിന്ന് ഇപ്പോൾ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടണം, എന്നാലേ നമുക്ക് ഇവിടെ ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. അതല്ല ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആകെ ഒരു 29-30 പോയിൻ്റൊക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റില്ല. അത് വളരെ കുറവ് ടാർഗറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തൊക്കെ മാർക്കറ്റ് മേലെ പോയിട്ട് അതിൻ്റെയൊക്കെ മേലെ പോയിട്ട് ഒരു ലെവലൊക്കെ അല്ല ഒരു സ്ട്രക്ചറൊക്കെ ഫോം ആയിട്ട് എൻട്രി ചെയ്യുകയാണെങ്കിൽ താഴേക്ക് ഒരു എൻട്രി എടുക്കാം. അതല്ലാതെ താഴേക്ക് പോയിട്ട് താഴെ നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് കാര്യമുണ്ടാവില്ല. കാരണം വളരെ ചെറിയ ടാർഗറ്റ് വെക്കാനുണ്ട്. 1:5 ഒന്നും നമുക്ക് നോക്കാനായില്ല.
അതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. അതല്ല താഴെ പോയിട്ട് താഴെയുള്ള 5 മിനിറ്റ് ഐഡീസ് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മേലേക്ക് ഒരു എൻട്രി നോക്കാം, അതിന് കുഴപ്പമില്ല. കാരണം അവിടുന്ന് മേലേക്ക് ഡേ ഹൈ ടാർഗറ്റ് വെച്ചിട്ട് എൻട്രി എടുക്കാൻ പറ്റും. ഒരു 47 പോയിൻറ്റ്സ് അല്ല നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളൊരു നിഗമനം. ഇനി എന്തായാലും മാർക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ലെവലൊക്കെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫോം ആട്ടെ, എന്നിട്ട് നോക്കാം. അങ്ങനെ മാർക്കറ്റൊക്കെ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ വേറെ നല്ല എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണാം ഫുള്ള് കാലിയാണ്, ഓർഡറും പൊസിഷൻസും ഒക്കെ 0 ആണ്. അത് ഇവിടെ രാവിലെ സെലക്ട് ചെയ്ത പ്രീമിയൊക്കെ ഉരുകി തീർന്നിക്കണ്. ഇവിടെ ഇതിൽ സെലക്ട് ചെയ്തതും എക്സ്പയർഡ് ആണല്ലോ, ഉരുകി തീർന്ന് പ്രോപ്പറായിട്ടുള്ള എൻട്രി ഒന്നും കിട്ടിയില്ല. ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺസോൾട്ടേഷൻ, ഉരുകി തീരാണ് ഈ മാർക്കറ്റ്. പിന്നെ ഒന്ന് താഴേക്കൊക്കെ വന്ന് ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ടാപ്പ് ചെയ്തതിനു ശേഷം ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് മേലേക്കും പോയിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ള എൻട്രി ഒന്നും തീരെ തന്നില്ല. അങ്ങനെ വല്ലാത്തൊരു മാർക്കറ്റാണ്. ഇനി ബഡ്ജറ്റ് വരാനായതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും തീരെ എൻട്രി കിട്ടിയില്ല. 2 ദിവസമായിട്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണ്. ഈ മാസം നോക്കുകയാണെങ്കിൽ തന്നെ കുറേ ദിവസം എൻട്രി കിട്ടാത്ത ദിവസങ്ങൾ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരുന്നിട്ട് എൻട്രി കിട്ടാത്ത പല ദിവസങ്ങളുണ്ടായി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ ദിവസങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവില്ല, എല്ലാ ദിവസവും എൻട്രി കിട്ടിയോളം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മാർക്കറ്റിൽ. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ മാർക്കറ്റ് വാച്ച് ചെയ്തിരുന്നിട്ട് പ്രീമിയത്തിൻ്റെ ചാർട്ടൊക്കെ നോക്കുമ്പോൾ പ്രീമിയത്തിൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹ്യൂജ് മൊമെൻ്റൊക്കെ കാണുമ്പോൾ ചാടി കയറാനൊക്കെ തോന്നും. പക്ഷേ ആ സമയത്തൊന്നും പ്രോപ്പറായിട്ടുള്ള എൻട്രി ഇല്ലാത്തതുകൊണ്ട് എൻട്രി എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചിരിക്കാനുള്ള പ്രോഫിറ്റബിൾ ആകാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് എൻട്രി വരാത്ത സമയത്ത് എൻട്രി എടുക്കാതിരിക്കുക. ഭയങ്കര ബോറടിക്കും നമുക്ക്. ഇങ്ങനെ ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. SL ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. SL അടിക്കുമ്പോൾ ഒരു വിഷമം ഇതൊക്കെ ഉണ്ടാവും, അത് മനസ്സിനെ ഒന്ന് ട്രിഗർ ആക്കുമല്ലോ. അതേമാതിരി ടാർഗറ്റ് അടിക്കുകയാണെങ്കിലും ഒരു ഹാപ്പിനെസ് ഇതൊക്കെ വരും. നേരെ മറിച്ച് ഒന്നും ഇല്ലാണ്ട് എൻട്രി എടുക്കാതെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിക്കും. അപ്പോൾ അങ്ങനത്തെ മാർക്കറ്റും ഉണ്ടാവും, അതും തരണം ചെയ്താലേ പ്രോഫിറ്റ് ഇടാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ. ഇനി നാളത്തേക്കുള്ള ലെവൽസും കൂടെ നോക്കി നോക്കാം. നാളെ ഇതിപ്പോൾ 5 മിനിറ്റാണ്, 15 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ ലെവൽ ഇവിടെ ഒരു ലെവലുണ്ട്, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മേലോട്ട് ഈ ഒരു എൻട്രി നോക്കാം. ഇനി താഴേക്ക് എൻട്രി നോക്കാനുള്ള ലെവലാണെങ്കിൽ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ കൺസിഡർ ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് താഴോട്ടേക്കായിരിക്കും എൻട്രി നോക്കുക, അതുകൊണ്ട് റെഡ് ലൈൻ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള 2 ലിക്വിഡിറ്റി ഏരിയാസ്. അപ്പോൾ ഇവിടെയും ടാപ്പ് ചെയ്യുന്ന സമയത്ത് നാളെ ഒരു എൻട്രി നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മാർക്കറ്റ് എന്തായാലും ഇനി മറ്റേ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഭയങ്കര കൺസോൾട്ടേഷൻ തന്നെയാണ്. ഇന്ന് ഇത് 30-ാം തീയതി ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിനുശേഷം ഭയങ്കര രാവിലെ ഒരു ചെറിയ മൊമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും മൊമെൻ്റ് എന്ന് പറയാൻ മാത്രം ഇല്ല. ഭയങ്കര കൺസോൾട്ടേഷനാണ് ഇനി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇങ്ങനത്തെ മാർക്കറ്റിൽ, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ തന്നെ പറ്റുള്ളൂ. എന്തായാലും ഇനി നല്ല എൻട്രീസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.